നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2025 ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. ഒന്ന് രാജ്യസഭയാണ്, രണ്ട് രാഷ്ട്രപതിയാണ്. ഈ നടന്ന എല്ലാ എക്സാംസിനും ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്നും ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് നോക്കാം. സഭയെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത്? ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. എന്താണ്? ഉപരിസഭ അഥവാ അപ്പർ ഹൗസ് ആണ് രാജ്യസഭ. അപ്പർ ഹൗസ് ആണ്. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. പിന്നെ ഭരണഘടനയുടെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 80-ാം വകുപ്പ് പ്രകാരം, ഏത് വകുപ്പ്? 80-ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, അപ്പർ ഹൗസ് ആണ്, 80-ാം വകുപ്പ് പ്രകാരമാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അടുത്തത്, നിലവിൽ വന്ന വർഷം 1952 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 3. ആദ്യത്തെ സമ്മേളനം നടന്നത് ഇതേ വർഷം തന്നെ മെയ് മാസം 13. അപ്പൊ ആദ്യമായിട്ട് രൂപം കൊണ്ടത് ഏപ്രിൽ 3, 1952. ആദ്യത്തെ സമ്മേളനം നടന്നത് തൊട്ടടുത്ത മാസം, ഇവിടെ ഒരു 1 ഇട്ടാ മതി, മെയ് 13. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. 1954 ഓഗസ്റ്റ് 23 ഒരു സംഭവം സംഭവിച്ചല്ലോ. 2 കൊല്ലം കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത്? ആദ്യമായിട്ടുള്ള രാജ്യസഭയുടെ പേരെന്തായിരുന്നു? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു, അല്ലെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ആ പേര് മാറിയിട്ട് രാജ്യസഭ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേരിലേക്ക് മാറിയത് 1954 ഓഗസ്റ്റ് 23 ആദ്യത്തെ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു. പിന്നീട് രാജ്യസഭ എന്ന് പറയുന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ഈ ഒരു ഡേറ്റിലാണ്. അതുപോലെ ഈ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു? ഇതൊരു സ്ഥിരം സഭയാണോ താൽക്കാലിക സഭയാണോ പിരിച്ചുവിടുന്ന സഭയാണോ എന്ന് ചോദിച്ചു. ഇതൊരു സ്ഥിരം സഭയാണ്, പെർമനന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതാണ് പെർമനന്റ് ആയിട്ടുള്ളത്. ഇതറിയാത്തതായിട്ട് ആരുമില്ല. പിന്നെ നമ്മൾ എന്താ പഠിക്കുന്നത്? പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കുമുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനം രണ്ടും രണ്ടാണ്. എന്തായിരിക്കും ഇരുസഭ? ഒന്ന് ലോക്സഭ, രാജ്യസഭ. അപ്പൊ പാർലമെന്റിനകത്ത് ലോക്സഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. രണ്ട് ഹൗസിലും പ്രാതിനിധ്യം വ്യത്യാസമാണ്, അല്ലെ? ഇതിനകത്ത് രാജ്യസഭ സൂചിപ്പിക്കുന്നത് എന്താ? ഇപ്രാവശ്യത്തെ ചോദ്യമാണോ? സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. സംസ്ഥാനങ്ങളെയാണ് രാജ്യസഭ റെപ്രസെന്റ് ചെയ്യുന്നത്. സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാ? രാജ്യസഭയാണ്. ഓരോ സംസ്ഥാനത്തിന്റെയും രാജ്യസഭയിലെ പ്രതിനിധികളെ ആ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൈമാറ്റം ചെയ്യാവുന്ന സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് തെരഞ്ഞെടുക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? നമ്മൾ സംസ്ഥാനത്തിൽ, അതായത് ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് രാജ്യസഭ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മള് സംസ്ഥാനങ്ങളിൽ നിയമസഭാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും, അല്ലെ? അവര് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ചെയ്യാവുന്ന രീതിയിൽ ആനുപാതികമായ പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് രാജ്യസഭയിലേക്ക് വരുന്നത്. ഇതിന് കാലാവധി ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യമായിരുന്നു, 6 വർഷമാണ് ഇതിന്റെ കാലാവധി. അല്ല, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. പക്ഷേ രാജ്യസഭ അംഗത്തിന് കാലാവധിയുണ്ട് 6 വർഷം. എത്ര വർഷം? 6 വർഷമാണ് രാജ്യസഭ അംഗത്തിന്റെ കാലാവധി. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. ഇത്രയും പോയിന്റിൽ നിന്നും 2025 ഒരുപാട് ചോദ്യങ്ങൾ മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി അടുത്തത്, നമ്മുടെ ഈ രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 2 തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന്, ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതിന്റെ വലിപ്പം, ജനസംഖ്യ ഇതിനെയൊക്കെ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. എന്താണ്? ഇപ്പൊ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് രാജ്യസഭ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്ക്, അല്ലെങ്കിൽ ടെറിട്ടറീസ്, മറ്റേ യൂണിയൻ ടെറിട്ടറീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് വലിപ്പം അല്ലെങ്കിൽ ജനസംഖ്യ ഒന്നും പരിഗണിക്കാതെ അവർക്കെല്ലാം തന്നെ തുല്യമായ പ്രാതിനിധ്യം നൽകുക എന്നതാണ് എന്ത് വിളിക്കുന്നത്? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സിമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കും. സിമെട്രിക്കൽ റെപ്രസെന്റേഷൻ, അതായത് അവിടെ വലിപ്പമോ, പണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് പറഞ്ഞില്ലേ, വലിപ്പം അനുസരിച്ചോ ജനസംഖ്യ അനുസരിച്ചോ വേണം സീറ്റ് എന്ന്. ഇവിടെ അങ്ങനെയല്ല, സിമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എല്ലാവർക്കും തുല്യ പ്രാധാന്യം. ഓക്കെ. അടുത്തത്, സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനസംഖ്യ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം അനുവദിക്കുന്നുണ്ട്. ഇത് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക്, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു എന്താ?
ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതിന്റെ വലിപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായിട്ട് പ്രാധാന്യം നൽകണം, അല്ലെ? പ്രാതിനിധ്യം ഉറപ്പാക്കും. അതിനെ സിമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്നും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നേരെ മറിച്ച് പറയുന്നു. സംസ്ഥാനങ്ങളിലോ പ്രദേശങ്ങളിലോ ജനസംഖ്യ ഒരുപാട് കൂടുതലാണ്. അങ്ങനെ കൂടുതലായിട്ട് വരുവാണെങ്കിൽ അവിടെ എന്താണ്, അതിനാനുപാതികമായിട്ടും എന്ത് പറ്റും, പ്രാതിനിധ്യം അനുവദിക്കാം. ഇത് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും സാധിക്കും. ഇതാണ് പ്രപ്പോർഷണൽ, എന്ത് വിളിക്കും, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കും. ഇത് രണ്ടും ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് സിമെട്രിക്കൽ റെപ്രസെന്റേഷൻ, രണ്ട് പ്രപ്പോർഷണൽ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യം. അപ്പം ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടുള്ള തത്വം ഏതാണ് അങ്ങനെ ചോദിച്ചാൽ എഴുതണം പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തില് എന്ത് വേണം, പ്രാതിനിധ്യം വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ 2 വർഷം കൂടുന്തോറും, എത്ര വർഷം, 2 വർഷം കൂടുമ്പം രാജ്യസഭയുടെ 1/3 ഭാഗം, 2 വർഷം കൂടുമ്പോൾ 1/3 ആൾക്കാരെ, അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നു, പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അതിനാൽ രാജ്യസഭയെ നമുക്ക് മൊത്തത്തിൽ പിരിച്ചുവിടാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് പറയുന്നത് നോക്കി, ഭരണഘടനയുടെ 4ാം ഷെഡ്യൂൾ, എത്ര ഷെഡ്യൂൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയില് സീറ്റ് വീതിച്ചു നൽകുന്നത്. യൂണിയൻ ടെറിട്ടറീസിനും സ്റ്റേറ്റുകൾക്കും സീറ്റ് വിഭജിച്ച് നൽകുന്നത് ഏത് ഷെഡ്യൂൾ പ്രകാരം? ഭരണഘടനയുടെ 4ാം ഷെഡ്യൂൾ പ്രകാരം. ഓക്കെ ആണല്ലോ, കൃത്യമാണല്ലോ. ഇനി പുതിയ രാജ്യസഭയുടെ തീം എന്താ? താമര, അല്ലെ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ നിലവിലുള്ളത് UP-യിൽ നിന്നാണ്. ഇപ്പം നിലവിൽ 31. അതുപോലെ കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭാ സീറ്റാ? 9. കേരളീയരായിട്ടുള്ള എത്ര രാജ്യസഭാംഗങ്ങൾ നിലവിലുണ്ട്? 13 കേരളീയരുണ്ട്. ആരൊക്കെയാണ്? KC വേണുഗോപാൽ രാജസ്ഥാനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, V മുരളീധരൻ മഹാരാഷ്ട്ര, രാജീവ് ചന്ദ്രശേഖർ കർണാടക. ഇനി ബാക്കി നോക്കുക. നമ്മുടെ രാജ്യസഭയുടെ പരമാവധി അംഗത്വം എത്രയാ? 250 ആണ്, അല്ലെ? ഇപ്പോഴത്തെ എത്രയുണ്ട്? 245. പരമാവധി 250, നിലവിൽ 245 ആണ്. 12 അംഗങ്ങളെ ആര് നോമിനേറ്റ് ചെയ്യും? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് 12 പേരാണ്. ഇപ്പൊ രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നമ്മൾ അയർലൻഡിൽ നിന്നാണ് നമ്മളത് കടമെടുത്തിട്ടുള്ളത്, അയർലൻഡിൽ നിന്നും. അതുപോലെ നമ്മൾ രാഷ്ട്രപതി പറഞ്ഞല്ലോ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുമെന്ന്. അവിടെ ഏതൊക്കെ സൈഡിൽ നിന്നാണ് ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത്? 1 കല, 2 സാഹിത്യം, 3 ശാസ്ത്രം, 4 സാമൂഹ്യ സേവനം. ഈ 4 കാറ്റഗറികളിൽ നിന്നും ഉള്ളവരെ ആയിരിക്കും ആര് നാമനിർദ്ദേശം ചെയ്യുന്നത്? പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഇനി രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 35 എന്ന് കണ്ടു. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല ചിലര്. അപ്പം രാജ്യസഭാംഗമാകുന്നതിനുള്ള കാലാവധി മാക്സിമം ഒരു കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അതുപോലെ ഈ രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്ക, അത് തെറ്റിക്കരുത്. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി എടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. അതുപോലെ രാജ്യസഭാംഗങ്ങളിൽ 12 പേരെ നോമിനേറ്റ് ചെയ്യാമെന്ന് എടുത്തിരിക്കുന്ന അയർലൻഡിൽ നിന്നാണ്. അതുപോലെ രാജ്യസഭയുടെ അധികാരങ്ങൾ സ്ഥിരം ചോദ്യമാണ്, കൃത്യമായി കേൾക്കുക. ധനേതര ബില്ലുകൾ പരിഗണിക്കുക, ധനബില്ലല്ല ധന ഇതര ബില്ലുകൾ പരിഗണിക്കുകയും അത് അംഗീകരിക്കുകയും ധനബില്ലുകളിൽ എന്ത് പറ്റും? അമെൻമെന്റ് നടത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അമെൻമെന്റ് നിർദ്ദേശിക്കുക ചെയ്യുന്നത്. അപ്പം ധനബില്ലുകൾക്ക് ഭേദഗതി അഥവാ അമെൻമെന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ധന ഇതര ബില്ലുകൾ പരിഗണിക്കുക, അംഗീകരിക്കുക. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അമെൻമെന്റ്സുകൾ അംഗീകരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ, എക്സിക്യൂട്ടീവ് വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് രാജ്യസഭയുടെ അധികാരമാണ്. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് ആരാ? രാജ്യസഭയാണ്, അല്ലെ? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിന് ഫസ്റ്റിലെ മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് രാജ്യസഭയാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 249. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിലേക്ക് കൊടുക്കും. ഇത് പറ്റുന്നത് രാജ്യസഭയ്ക്കാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 249 ആർട്ടിക്കിൾ പ്രകാരം. ഓക്കെ ആണല്ലോ. അതുപോലെ രാജ്യസഭാ നേതാവായ ആദ്യ വ്യക്തിയാണ് N. ഗോപാലസ്വാമി അയ്യങ്കാർ.
ഏറ്റവും കൂടുതൽ രാജ്യസഭാ നേതാവായിരുന്നത് മൻമോഹൻ സിംഗ് ആണ്, 2004 തൊട്ട് 2014 വരെ. നിലവിലെ രാജ്യസഭാ നേതാവ് പീയൂഷ് ഗോയലാണ്. അതുപോലെ സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്ന സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളാണ്: 1 സർദാർ KM പണിക്കർ, G രാമചന്ദ്രൻ, G ശങ്കരക്കുറുപ്പ്, അബു എബ്രഹാം, കസ്തൂരി രംഗൻ, സുരേഷ് ഗോപി, PT ഉഷ. അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ചിട്ട് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ രാജ്യസഭയുടെ അംഗീകാരം വേണം. എന്താണ് പറഞ്ഞത്? നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അത് രാജ്യത്തിന്റെ പൊതു താല്പര്യം പ്രമാണിച്ചിട്ട് നമ്മൾ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണം എന്ന് പാർലമെന്റ് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ രാജ്യസഭയുടെ അംഗീകാരം ഉറപ്പായിട്ടും വേണം. അതുപോലെ ധനബില്ലുകൾക്ക് തുടക്കം കുറിക്കാനോ അത് നിരാകരിക്കാനോ ഭേദഗതി വരുത്താനോ ആർക്ക് അധികാരം ഇല്ല? ധനബില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? ലോക്സഭയാണ് അല്ലെ. അത് നിരാകരിക്കാനോ ഒന്നും രാജ്യസഭയ്ക്ക് അധികാരം ഇല്ല. അതുപോലെ ധന ഇതര ബില്ല് പാസ്സാക്കുക, ഭരണഘടനാ ഭേദഗതി, അതുപോലെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയെ പുറത്താക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും എന്താണ്? തുല്യ അധികാരമുണ്ട്. പിന്നെ നമ്മൾ ചെയർമാനെ പറ്റി പറയണമല്ലോ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ചെയർമാൻ ആണ്. അതിപ്പം രാജ്യസഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ രാജ്യസഭയിൽ മാത്രമാണ്, അത് ചെയർമാനാണ്. അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ ആരായിരിക്കും? ഉപരാഷ്ട്രപതിയാണ് അല്ലെ. രാജ്യസഭയുടെ ചെയർമാൻ ആരാ? ഉപരാഷ്ട്രപതിയാണ്. അധ്യക്ഷനും ചെയർമാനാണ്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ അതുകൊണ്ട് ആരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അതുപോലെ രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. രാജ്യസഭാ അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്നും ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കും, ആണല്ലോ. അതുപോലെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെങ്കിൽ സഭയിൽ അപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ഭൂരിപക്ഷ അംഗങ്ങളും പാസ്സാക്കിയ പ്രമേയത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ അത്തരത്തിലൊരു പ്രമേയം പാസ്സാവണമെങ്കിൽ എത്ര ദിവസത്തെ നോട്ടീസ് കൊടുക്കണം? മുമ്പ് 14 ദിവസത്തെ നോട്ടീസ്. അതായത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ഇപ്പൊ ചെയർമാന്റെ അഭാവത്തിലൊക്കെ രാജ്യസഭ നടപടി നിയന്ത്രിക്കുന്നത് ഈ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും. ഇനി ഇദ്ദേഹത്തെ നമുക്ക് പുറത്താക്കണം, നീക്കം ചെയ്യണം. അപ്പം എന്താ വേണ്ടത്? ആ രാജ്യസഭയില് ആൾക്കാരുടെ ഭൂരിപക്ഷ അംഗങ്ങളും ഒരു പ്രമേയം പാസ്സാക്കണം. എന്നാല് അങ്ങനെ പെട്ടെന്ന് പ്രമേയം പാസ്സാക്കാൻ പറ്റുമോ? 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിട്ടായിരിക്കണം അതുപോലും ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് നേരെയില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് രാഷ്ട്രപതിയെ പറ്റിയിട്ട് വേഗം ഒന്ന് നോക്കാം. രാഷ്ട്രപതി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ നമുക്ക് രാഷ്ട്രപതിയിലേക്ക് പോകാം. നോക്കിക്കോളൂ. രാഷ്ട്രപതിയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 52 അല്ലെ. അനുച്ഛേദം 52. അതുപോലെ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാ? രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. അതുപോലെ ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളിലും എന്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? രാഷ്ട്രപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പാർലമെന്റ് അംഗമല്ലാത്ത, പാർലമെന്റിന്റെ ഒരു ഒഴിഞ്ഞുകൂടാനാവാത്ത ഒരു ഘടകമാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ മൊത്തം ആരിലാണ്? രാഷ്ട്രപതിയിലാണ്. അതുപോലെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാം. തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 54. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്ന 52. തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ 54. അപ്പം ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ആരാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. അതറിയാത്തവരായിട്ട് ആരുമില്ല. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ട്രൽ കോളേജ് ആണല്ലോ. ഇതിനകത്ത് ആരൊക്കെയാ ഉള്ളത്? ഒരു ഇലക്ട്രൽ കോളേജാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അവിടെ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഡൽഹി, പുതുച്ചേരി, അങ്ങനെ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയൊക്കെ തന്നെ നിയമസഭകളിലെയൊക്കെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരിക്കും. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടോ? ഇല്ല. അപ്പം ആർക്കൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു, ആർക്കൊക്കെ ഇല്ലാത്തതെന്നും പറഞ്ഞു. ഇനി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് ആരെ തെരഞ്ഞെടുക്കാൻ എടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. അതുപോലെ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു രീതി വഴിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താ? പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ചയും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് കളറുമാണ്.
ഇനി ഇദ്ദേഹം മത്സരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അതിനെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 58 രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. അതായത് യോഗ്യത വേണം. അത് 58 പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ്, ഇത് യോഗ്യത. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സായിരിക്കണം. രാജ്യസഭാംഗത്തിന് 30, ഇദ്ദേഹത്തിന് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴില് ആദായകരമായിട്ടുള്ള ഒരു പദവിയും വഹിക്കുന്ന വ്യക്തിയായിരിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കേന്ദ്ര ഗവൺമെന്റെയോ സംസ്ഥാന ഗവൺമെന്റെയോ കീഴിൽ ആദായകരമായിട്ടുള്ള ഒരു പദവി വഹിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രപതി ആയിക്കോട്ടെ, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, അതായത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ അവർക്കൊക്കെ തന്നെ രാഷ്ട്രപതി ആവാൻ മത്സരിക്കാം. ഓക്കെ. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഓർ ലോക്സഭ, അങ്ങനെയായിരിക്കും കേട്ടോ. അതുപോലെ തർക്കങ്ങൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ അത് ആരാ പരിഹരിക്കുന്നത്? സുപ്രീം കോടതിക്ക് അത് പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രം. അതുപോലെ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സ്ഥിരം ചോദ്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാജിക്കത്ത് കൊടുക്കേണ്ടത് മാത്രം ഉപരാഷ്ട്രപതിക്കാണ്. ഇത് ഇത്രയും അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും അറിയാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ്. അതിനകത്ത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് അധികാരം ഇദ്ദേഹത്തിനാണ്, ലെജിസ്ലേറ്റീവ് അധികാരം ഇദ്ദേഹത്തിനാണ്, ഫിനാൻഷ്യൽ അധികാരങ്ങളുണ്ട്, ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക് അധികാരം, മിലിറ്ററി, വീറ്റോ അധികാരം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇതിനകത്ത് PSC എപ്പോഴും ചോദിക്കാറുള്ളത് വീറ്റോ അധികാരത്തിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് വീറ്റോ അധികാരത്തെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും അത് നോക്കാം. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ 4 ടൈപ്പാണ് പ്രധാനമായിട്ടും. ഒന്ന് അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അബ്സല്യൂട്ട് വീറ്റോ? ഇപ്പൊ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് എന്ത്? അബ്സല്യൂട്ട് വീറ്റോ. അപ്പൊ താഴെ പറയുന്ന സന്ദർഭങ്ങൾ അപ്പൊ ഇതിനെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് വിളിക്കുന്നത്, ഒപ്പിടാതിരിക്കാനുള്ള അധികാരം. 2 പോക്കറ്റ് വീറ്റോ ആണ്. പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, അതാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. കുറച്ചുനാൾ കൈ വെക്കാനുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇത് ഒപ്പിടാതിരിക്കാൻ, ഇത് കൈ വെച്ചോണ്ടിരിക്കുക ഒപ്പിടാതെ. ഇനി സസ്പെൻസീവ് ആയിട്ടുള്ള വീറ്റോ ഉണ്ട്. സസ്പെൻസീവ് വീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നതാണ് എന്ത്? സസ്പെൻസീവ് വീറ്റോ. അത് തിരിച്ചയക്കുക, പുനഃപരിശോധന ഒന്നുകൂടെ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നതാണ് സസ്പെൻസീവ് വീറ്റോ. ഓക്കെ. അപ്പം ഈ ഒരു ധനകാര്യ ബില്ലിന്റെ കേസിലൊന്നും രാഷ്ട്രപതിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. ധനകാര്യ ബില്ലല്ല, മറ്റു കാര്യങ്ങളുടെ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അടുത്തത് ക്വാളിഫൈഡ് വീറ്റോ. എന്താണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലില് രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം വീറ്റോ മറികടക്കണമെങ്കിൽ ആ ബിൽ ആദ്യം പാസ്സാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സാവണം. ഇപ്പൊ ഞാനൊരു പ്രസിഡന്റ് ആണെങ്കിൽ അവരെനിക്ക് അയച്ചു തന്നു, പാർലമെന്റ് പാസ്സാക്കി അയച്ചു. അപ്പൊ ഞാന് ഇത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് എന്ത് വേണം? ഇത് നിങ്ങൾ ഇപ്പം 50% ആൾക്കാർ അംഗീകരിച്ചിരിക്കുന്നെങ്കിൽ ഈ 50%-ത്തില് ഒന്നുകൂടെ കൊണ്ടുപോയി ഇത് പാസ്സാക്കി ഇതിനേക്കാളും കൂടുതൽ ഒരു 60% ആക്കി, ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടിയാലും മതി, അങ്ങനെ പാസ്സാക്കിക്കൊണ്ട് വന്നാൽ അംഗീകരിക്കാം എന്ന് പറയാം. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് ഇതുണ്ടോ? ഇല്ല, നമുക്കതില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തില് ക്വാളിഫൈഡ് വീറ്റോ ഉൾപ്പെടുന്നുണ്ട്. നമുക്കിതില്ല. എവിടെയുള്ളൂ? അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമേ ഇതുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതിയെ പറ്റിയിട്ട് പ്രധാനമായിട്ടും നോക്കി വെക്കാനുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് രാഷ്ട്രപതിയുടെ മാപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് 72 ഗവർണർ മാപ്പ് നൽകുന്നത് ഏതാ? 161 പ്രകാരമാണ് അല്ലെ. അതുപോലെ രാഷ്ട്രപതി നിയമിക്കുന്നവരാരൊക്കെയാ? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാരെ, ഗവർണർമാരെ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാരെ, കേന്ദ്ര ധനകാര്യ കമ്മീഷനെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, UPSC ചെയർമാനെ, അംഗങ്ങളെ, CAG-യെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, അതുപോലെ കരനാവിക സേന സംയുക്ത സേനാ മേധാവികള്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ഭരണാധികാരികള്, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാരുണ്ടല്ലോ, അതുപോലെ ഹൈ കമ്മീഷണർമാര്, അതുപോലെ ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള മറ്റ് അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അറിയാലോ. ഇനി നീക്കം ചെയ്യുന്നത് ആരെയൊക്കെയാ? ഗവർണർമാരെ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ, UPSC-യുടെ ചെയർമാനെ, അംഗങ്ങളെ,
അതുപോലെ സംസ്ഥാനത്തിലെ ഓരോ PSC ചെയർമാൻമാരെ അംഗങ്ങളെ, അറ്റോർണി ജനറലിനെ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ ഒക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രം? രാഷ്ട്രപതിക്ക് മാത്രമാണ്. അതുപോലെ നമ്മളോട് സ്ഥിരം ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, ഇപ്പൊ ചോദിച്ചതുമാണ്, ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്നും 2 പേരെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. അത് എടുത്തു മാറ്റിയിട്ടുണ്ടല്ലോ. ഏത് അമെന്റ്മെന്റ് പ്രകാരം? 104 പ്രകാരം. ഇപ്രാവശ്യവും ചോദിച്ചു. എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് ഓർത്തു വെച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അനുച്ഛേദം 103 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തില് 103 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ പറ്റിയിട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കം ഉണ്ടായാൽ അത് പരിഹരിക്കുന്ന ആരാ? രാഷ്ട്രപതിയാണ്. അതുപോലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിർമ്മാണ സഭയിലെ അംഗത്വത്തെ അയോഗ്യനാക്കുന്നത് പ്രസ്തുത സഭയുടെ അധ്യക്ഷനായിരിക്കും. ഓക്കെ. അതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ അധികാരങ്ങൾ കാത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാവുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ അധികാരമാണ്. രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വെക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വെക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടത്. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും ആർക്ക് തന്നെ? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അതുകൊണ്ട് അതും കൂടെ ഓർത്തു വെച്ചേക്കാം. പിന്നെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടി, അല്ലെ? അതാണ് ഇംപീച്ച്മെന്റ്. അപ്പം രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണം എന്ന് പറയുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, ഭരണഘടനയെ ലംഘിച്ചാൽ. ഭരണഘടനാ ലംഘനം ഇത് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഇംപീച്ച് ചെയ്യാന്ന് പറയുന്ന ആർട്ടിക്കിൾ 61 പറയുന്നത്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാം. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാനായിട്ട് സഭയുടെ 1/4 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഓക്കെ. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ മൊത്തം അംഗസംഖ്യ, ഇപ്പൊ സഭയിൽ മൊത്തം അംഗസംഖ്യയിലെ 2/3 ഭൂരിപക്ഷമെങ്കിലും വേണം. ഈ ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം സഭയിൽ പാസ്സാവുകയാണെങ്കിൽ അടുത്ത സഭയിലേക്ക് അയക്കും. ഇപ്പൊ രണ്ടാമത്തെ സഭ അതിന്മേൽ പുനരന്വേഷണം നടത്തി ഈ സഭയുടെ 2/3 പിന്നെ 2/3 ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവുകയും ചെയ്താൽ ആ സമയത്ത് തന്നെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യപ്പെടും. അപ്പം ഇതുവരെ രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ അതിനകത്ത് 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ വെക്കണം. രാഷ്ട്രപതി ഇല്ലാത്തപ്പോൾ ആരാണ് പദവി വഹിക്കുന്നത്? ഉപരാഷ്ട്രപതി ആയിരിക്കും. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. മാക്സിമം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറഞ്ഞ സമയത്തില്